ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്ന് പറയുന്നത് എലാന ബെല്ലിൻ്റെ ഒരു പോവമാണ് നമുക്ക് പഠിക്കാനുള്ളത്, എ ലെറ്റർ ടു റാഫത്ത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അബൌട്ട് എലാന ബെൽ, അവർ അമേരിക്കൻ പോയറ്റും എഡ്യൂക്കേറ്ററും ഒക്കെയാണ്. അവരുടെ പോയട്രി കളക്ഷൻ എന്ന് പറയുന്നത് ഐസ് സ്റ്റോൺസ്, പിന്നെ 2011 വോൾട്ട് വിറ്റ്മൻ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇവർക്ക്. മദർ കൺട്രി എന്നുള്ള ഒരു വർക്കിൻ്റെ ഓതറും കൂടിയാണ് എലാന ബെൽ. ഈ മദർ കൺട്രി എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഇവരുടെ ഒരു വർക്കാണ്. അപ്പോൾ അവർ കാലിഫോർണിയയിലാണ് ജനിച്ചതൊക്കെ. പിന്നീട് ഇവർ അവരുടെ പബ്ലിക്കേഷൻ, അതായത് ആ കളക്ഷൻ 2011 പബ്ലിഷ് ചെയ്തു. അങ്ങനെ അവർക്ക് 2011 വോൾട്ട് വിറ്റ്മൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മദർ കൺട്രി എന്നുള്ള ആ ഒരു വർക്ക് എന്ന് പറയുന്നത് കുറച്ച് കളക്ഷൻ ഓഫ് പോംസ് ആണ്. ആ പോംസ് ഫെർട്ടിലിറ്റിയെക്കുറിച്ച്, മദർഹുഡിനെ കുറിച്ച്, മെൻ്റൽ ഇൽനെസ്സിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ മദർ ആർട്ടിസ്റ്റ് സലൂൺ എന്ന് പറഞ്ഞൊരു വിർച്വൽ കമ്മ്യൂണിറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരാണ് അതിൻ്റെ ഫൗണ്ടർ. അതായത് ഈ അമ്മമാർക്ക് ഈ ആർട്ടിസ്റ്റിക് പ്രാക്ടീസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി, അതായത് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണിത്, ഒരു ഓർഗനൈസേഷനാണ് അത്. പിന്നെ ഒരുപാട് അവാർഡ്സും ഒരുപാട് ഗ്രാൻഡ്സ് ഒക്കെ ഇവർ റിസീവ് ചെയ്തിട്ടുണ്ട്, ഗ്രാൻറ്റുകൾ ഒരുപാട്. ആൻഡ് ഇവർ ലിറ്ററേച്ചർ പഠിപ്പിക്കുന്നുണ്ട്, ക്രിയേറ്റീവ് റൈറ്റിംഗ് ഒക്കെ ഒരു കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്, യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവർ. ഓക്കെ, സോ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പോം എന്ന് പറയുന്നത് ലെറ്റർ ടു റാഫത്ത് എന്ന് പറഞ്ഞ ഇവരുടെ ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു പോമാണ്. അത് ഇസ്രയേലി പാലസ്തീനിയൻ കോൺഫ്ലിക്റ്റിനെ കുറിച്ചുള്ള ഒരു പെയിൻഫുൾ ഹിസ്റ്ററിയെക്കുറിച്ചാണ് അവർ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ ഒരു പോയത്തിനകത്ത്. അപ്പം ഈ പോയത്തിനകത്ത് എലാന ബെൽ അഡ്രസ്സ് ചെയ്യുന്നത് യാസർ അറാഫത്ത്, അതായത് പാലസ്റ്റീൻ ലിബറൽ ഓർഗനൈസേഷന്റെ ഫൗണ്ടർ ആയിട്ടുള്ള യാസർ അറാഫത്തിന് ഒരു കത്ത് എഴുതുന്നത് പോലാണ് അവർ ഈ ഒരു പോം എഴുതിയിരിക്കുന്നത്. ഈ ഒരു ലെറ്ററിനകത്ത് അവരുടെ സോറോ, ഫ്രസ്ട്രേഷൻ, സമാധാനത്തിന് വേണ്ടിയുള്ള ആ ഒരു ലോങ്ങിങ്, ഇതിനെക്കുറിച്ചാണ് ഇവർ ഈ പോയത്തിനകത്ത് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു കത്തെഴുതുന്നത് പോലെയാണ് ഈ ഒരു പോം എഴുതിയിരിക്കുന്നത് യാസർ അറാഫത്തിന്. അപ്പം ബെല്ലിൻ്റെ പോംസിനകത്ത് കൂടുതലായിട്ടും ഈ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്നെങ്കിൽ അതിനൊരു ഇമോഷണൽ റെസ്പോൺസ് തരുന്ന പോലെയുള്ള പോയമാണ് ഇവർ കൂടുതലും എഴുതുന്നത്. അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ലൈഫിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന രീതിയിലുള്ള തീംസ് ഒക്കെ അങ്ങനത്തെ ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും ഇവരുടെ അറ്റൻഷൻ എപ്പോഴും ക്യാപ്ചർ ചെയ്യുന്നത്. സോ അതിനെക്കുറിച്ചാണ് ഇവർ കൂടുതലും എഴുതുന്നത്. പിന്നെ ലോസ്, ഹോപ്പ്, ഡിസയർ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റീകൺസീലിയേഷൻ, ഇതൊക്കെയാണ് തീംസ് ആയിട്ട് വരുന്നത്. ആൻഡ് ഇവരുടെ ഒരു ആ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഇടയ്ക്ക്, അതായത് ഈ ഇസ്രയേലി പാലസ്തീനിയൻ കോൺഫ്ലിക്റ്റിനെ കുറിച്ചിട്ടാണ് ഇവർ ഒരു പോം എഴുതുന്നത്. ഒരു പവർഫുൾ സ്റ്റേറ്റ്മെന്റ് ആണ് അവർ ഈ ഒരു പോയത്തിലൂടെ കാഴ്ചവെക്കുന്നത്. അതായത് എംപതി ഒക്കെ വേണം, നീഡ് ഫോർ എംപതി, അതുപോലെ തന്നെ ആ ഒരു സ്ട്രഗിൾസിനെ കുറിച്ചും ഒക്കെയാണ് അവരിതിനകത്ത് സംസാരിക്കുന്നത്. അപ്പോൾ കുറേ വിവിഡ് ആയിട്ടുള്ള ഇമേജറിയൊക്കെയാണ് ഇതിനകത്ത് പോയറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഡീപ്പ് ആൻഡ് പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു ഡിവിഷൻ, അതായത് ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റും അതുമൂലം ഉണ്ടാകുന്ന ഒരു വേർതിരിവും, അതിനെക്കുറിച്ചാണ് ഇവർ പോയം ഇതിനകത്ത് പറയുന്നത്. പോയം ഓപ്പൺ ചെയ്യുന്നത് ഒരു കഫേയിലാണ്. അവിടെ ഒരു ട്രാജിക് ഇവന്റ് ഹാപ്പൻ ചെയ്തു. അതായത് ഒരു സൂയിസൈഡ് ബോംബിങ് ഹാപ്പൻ ചെയ്തു, അവിടെ ഒക്കർ ചെയ്തു. അപ്പോൾ അവിടെ വയലൻസും ലോസും നഷ്ടവും ഒക്കെ, അതായത് വയലൻസ് ഒക്കെ അവിടെ ഇങ്ങനെ ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്പീക്കർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസിന് കോൺട്രാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അവിടെ ഇരുന്ന് ക്യാപ്പുച്ചീനോ കുടിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും ആയിട്ടൊക്കെ ഒരു ഇമേജ് കാണിക്കുന്നുണ്ട്. അതായത് ഒരു ഹാർഷർ റിയാലിറ്റിയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവിടെ അറബ് കോഫി മാത്രമാണ് സെർവ് ചെയ്യുന്നത്. റോക്കറ്റ്സ് ഒക്കെ എന്ന് പറയുന്നത് വളരെ ടെമ്പററി ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കഫേയിൽ വെച്ചിട്ട് ഇങ്ങനൊരു ബോംബ്, ഒരു സൂയിസൈഡ് ബോംബിങ് ഹാപ്പൻ ചെയ്യുകയാണ്. ഒരു ബ്രൈഡാണ് മരിച്ചു പോകുന്നത്. അപ്പോൾ സൂയിസൈഡ് ബോംബിങ് ഹാപ്പൻ ചെയ്തു, ഗ്ലാസ് പൊട്ടുന്നു, അവിടെ ഫുൾ വയലൻസും കാര്യങ്ങളും ആകുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്കൂടെ ആരോ ഒരു ഇമേജിൽ എന്താണ് ചെയ്യുന്നത്, വേറൊരു ഇമേജ് എന്ന് വെച്ചാൽ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഇമേജ്, ആരാണ്ട് പതുക്കെ റിലാക്സ് ചെയ്ത് കോഫിയൊക്കെ കുടിക്കുകയാണ്, ക്യാപ്പിച്ചിനോ കുടിക്കുവാണ്, അതും സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ ഒരു ഹാർഷർ റിയാലിറ്റിയെ കുറിച്ചാണ്. അതായത് ഒരു സ്ഥലത്ത് തന്നെ രണ്ടും ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഒരിടത്ത് ബോംബ് നടക്കുന്നു, മറ്റൊരിടത്ത് ലൈഫ് പോവുകയാണ്. ആ ഒരു റിയാലിറ്റിയെ കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത് അതിനകത്ത്. ആ ഒരു ഡിവൈഡിനെ കുറിച്ച്. അറബ് കോഫിയാണ് അവിടെ സെർവ് ചെയ്യുന്നത്. ആൻഡ് എന്നിട്ട് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കറ്റ്സ്, കോഫി എന്ന് പറയുന്നത് അറബ് കോഫിയാണ് സെർവ് ചെയ്യുന്നത്. എന്നിട്ട് റോക്കറ്റ്സ് എന്നൊക്കെ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഈ അതായത് വളരെ യൂസ്ലെസ് ആയിട്ടുള്ള മെറ്റീരിയൽസും ഉണ്ട്. അതായത് റോക്കറ്റുകളും അതുപോലെ തന്നെ ഉണ്ടാക്കുന്നു, കോഫിയും അതുപോലെ തന്നെ ഒരു സൈഡിൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, റോക്കറ്റും പല സൈഡിൽ ബോംബും വന്ന് വീഴുന്നുണ്ട്. റോക്കറ്റൊക്കെ മേക്ക് ഷിഫ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതായത് ടെമ്പററി ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദെൻ പോയം എന്നിട്ട് അതായത് ഇത്രയേ ഉള്ളൂ പോയം റേസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എത്തിക്കൽ ക്വസ്റ്റ്യൻ ആണ് അവസാനം ഇവർ ചോദിക്കുന്നത്. അതായത് വെദർ വയലൻസ് ക്യാൻ ബി ജസ്റ്റിഫൈഡ്.
ബോഡിക്ക് വെർത്ത് ബോഡി തന്നെയാണ്. അതായത് ഒരു ജീവൻ പോയാൽ മറ്റൊരു ജീവൻ കൊണ്ടാണോ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, കോമ്പൻസേറ്റ് ചെയ്യേണ്ടത്. ദിസ് ബോഡി ഈസ് എ ബോഡി വേർത്ത് എ ബോഡി എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പോയം തീർക്കുന്നത്, എൻഡ് ചെയ്യുന്നത്. വയലൻസിനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ, അതിനെ റെസിപ്രോക്കേറ്റ് ചെയ്യേണ്ട കാര്യമാണോ വയലൻസ് എന്നുള്ളത്. ഒരാളെ കൊന്നാൽ അതിന് മറുപടിയായിട്ട് മറ്റൊരാളെ കൊല്ലുന്നതാണോ അതിനുള്ള മറുപടി എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ സഫറിങ്, ഹ്യൂമൻ കണക്ഷൻ, അതൊക്കെയാണ് ഇവരിവിടെ സംസാരിക്കുന്നത്. പിന്നെ ഈ എലാന ബെൽ ഇവിടെ സ്റ്റാർക്ക് ആയിട്ടുള്ളൊരു വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇമേജാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങനെ ഒരു ലാംഗ്വേജും കൂടിയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റിന്റെ കോംപ്ലക്സിറ്റിയെ കാണിക്കാൻ വേണ്ടിയാണ്. അതായത് ഒരു ഹ്യൂമൻ ബോഡി അവിടെ, ഹ്യൂമൻ ലൈഫ് അവിടെ നഷ്ടപ്പെട്ടു. ആ വയലൻസിന്റെ ആ ഒരു കോംപ്ലക്സ് നേച്ചറിനെ കുറിച്ച് കാണിക്കാനാണ് അവരങ്ങനെ വളരെ കൂളായിട്ട് എഴുതിയേക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ പോയം ഒരു പോയമാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവത്തില്ല. എന്തോ ഒരു സെന്റൻസസ് എഴുതിയേക്കുന്നത് പോലെ തോന്നത്തോളൂ. ഒരു കുഞ്ഞു പാരഗ്രാഫ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. പിന്നെ അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഫോർ പീസ്, അതാണ് ഇവർക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞത്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അവർക്ക് പീസ് വേണം, സമാധാനം വേണം. സോ ഇതൊരു പവർഫുൾ പോയമാണ്. ഇസ്രേലി പാലസ്തീൻ കോൺഫ്ലിക്റ്റിന്റെ ട്രാജഡിയെ കുറിച്ചാണ് ഇവരിവിടെ എഴുതുന്നത്. അപ്പം ഇതിന്റെ ഒരു ഇമേജറിയും സെറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു കഫേയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു സീൻ കഫേയിൽ, ഒരു റീബിൽറ്റ് കഫേ എന്ന് വെച്ചാൽ വീണ്ടും അത് ഫേണിഷ് ചെയ്ത്, പഴയ ഒരെണ്ണത്തിനെ ഫേണിഷ് ചെയ്ത് ഒരു കഫേ ആക്കിയതാന്ന് വെച്ചാൽ അവിടെ വയലൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായി, കെട്ടിടങ്ങളെല്ലാം തകർന്നു, വീണ്ടും അവർ ആ കെട്ടിടം പഴയ പോലെ പുതിയതുപോലെ ആക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഒരു റീബിൽറ്റ് കഫേയിൽ വെച്ച് നടക്കുന്ന ഒരു സീനാണിത്. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, ബ്രൈഡാണ് എക്സ്പ്ലോഡ് ചെയ്തേക്കുന്നത് ഗ്ലാസിനൊപ്പം. അതായത് ഒരു ട്രാജിക് ഇവന്റ് അവിടെ ഹാപ്പൻ ചെയ്തേക്കുവാണ്. ഒരു സൂയിസൈഡ് ബോംബിംഗ് ആണ് അവിടെ ഹാപ്പൻ ചെയ്തേക്കുന്നത്. അതായത് ജോയും സെലിബ്രേഷനും നടക്കേണ്ട ഒരു സ്ഥലത്ത് ഒരു വധുവാണ് അവിടെ ഇരിക്കുന്നത്. ആ സമയത്ത് ബ്രൈഡ് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ബോംബ് പൊട്ടി മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വയലൻസ് ഡെയിലി ലൈഫിൽ ഇങ്ങനെ ഓൺഗോയിങ് ആയിട്ട് പോവുകയാണെന്നും ആ സ്കാർസ് ഒക്കെ ഇങ്ങനെ ഇപ്പോഴും നിലനിൽക്കുന്നു. അതായത് അവിടെ ഉള്ള ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ വയലൻസ് യൂസ്ഡായി. അതാണ് ബോംബ് പൊട്ടുവാണ് കഫേലിരുന്ന്, മറു സൈഡിലിരുന്ന ഒരാൾ സിഗരറ്റ് വലിക്കുന്നു, കാപ്പി കുടിക്കുന്നു. അതായത് ലൈഫ് പൊക്കോണ്ടിരിക്കുവാണ്. അത് അവിടുത്തെ ആളുകൾക്ക് മനസ്സിലായി. മരിക്കുന്നവർ മരിക്കുന്നു, മറ്റവർ ചായ കുടിച്ച്, അതായത് കോഫി കുടിച്ച്, സിഗരറ്റ് വലിച്ച് കൂളായിട്ട് ഇരിക്കുവാണ്. ഇതൊക്കെ അവർക്ക് ഡേ ടു ഡേ തിങ്സ് ആയിട്ട് ഇങ്ങനെ അവർ വിറ്റ്നസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ഒരു ഹ്യൂമൻ ലൈഫ് നഷ്ടപ്പെട്ടപ്പോഴും ആ ഒരു എമ്പതി ഫീലിംഗ് അവിടെ വരുന്നില്ല. അതാണ് അവിടെ രണ്ട് ഇമേജസ് യൂസ് ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്. കഫേയുടെ സെറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ക്യാപ്പിച്ചിനോ ഓർഡർ ചെയ്യുന്നു, സിഗരറ്റ്സ് എല്ലാം ഇങ്ങനെ എന്താ പറയുക വലിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അപ്പുറത്തൊരു ഡെത്ത് നടക്കുന്നു. അതേ സെയിം റൂമിലൊരു ഡെത്ത് ഹാപ്പൻ ചെയ്യുമ്പോൾ ഇവിടെ ആളുകൾ എന്ത് ചെയ്യുകയാണ്, ക്യാപ്പിച്ചിനെ കുടിച്ചുകൊണ്ട് ഇരിക്കുവാണ്. അപ്പോൾ ആ ഒരു ഡിവിഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വയലൻസും ഉണ്ട്, ആൻഡ് അവിടെ കുറേ ആളുകൾ ഡയറക്റ്റ് ആയിട്ട് വയലൻസ് അഫക്റ്റ് ചെയ്ത ആളുകളും ഉണ്ട്. തൊട്ടപ്പുറത്ത് ഇതുപോലെ കൂളായിട്ട് ഇരുന്ന് അവരുടെ ലൈഫ് എന്തെങ്കിലും ആകട്ടെ എന്നുള്ള രീതിയിൽ ഇൻഡിഫറൻ്റ് ആയിട്ട് ഇരുന്ന് ജീവിക്കുന്നവരും ഉണ്ട്. ഇത് കണ്ടില്ലെന്ന് കണ്ടിട്ടും കാണാതെ നടിച്ച് ജീവിക്കുന്നവരും ഉണ്ട്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഹെൽപ്ലെസ്. അതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് അവിടെ ഒരു ഇൻവിസിബിൾ ലൈനിനെ കുറിച്ച് പോകാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഇൻവിസിബിൾ ലൈൻ എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു മെറ്റാഫോറിക്കൽ ബൗണ്ടറിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു ഇൻവിസിബിൾ ലൈനിനെ കുറിച്ച് സംസാരിക്കുന്നത് വെച്ചാൽ ഇവിടെ ഇസ്രയേൽ പാകിസ്ഥാൻ ആ ഒരു ഡിവിഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ കമ്മ്യൂണിറ്റീസ് ഡിഫറൻ്റ് ആയിട്ട് അവരുടെ ആ എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള ഡിഫറെൻറ്റ് എക്സ്പീരിയൻസിനെ കുറിച്ചുള്ളതും ആ ഡിഫറൻസ് ഇൻ കമ്മ്യൂണിറ്റി, ആ വയലൻസിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് അവർ. അപ്പോൾ ഇവിടെ ഒള്ളി അറബിക് കോഫി എന്ന് പറഞ്ഞ ഫ്രേസ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു കോഫി എന്ന് പറയുന്ന അറബിക് കോഫി മാത്രമേ അവിടെ സെർവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ഒരു റിയാലിറ്റിയെ കുറിച്ചാണ് ഇവിടെ അവർ പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ആ കോഫിയിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് തന്നെ ആ കമ്മ്യൂണിറ്റീസിലുള്ള ആ ഒരു ഡിവൈഡിനെ കുറിച്ചാണ് അവിടെയും കാണിക്കുന്നത്. ഇപ്പോൾ പാലസ്തീനിയൻ ഇസ്രേലി കോൺഫ്ലിക്റ്റ്, അതുകൊണ്ടാണ് അവിടെ അറബിക് കോഫി മാത്രമേ അവിടെ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ എന്ന് പറയുവാണ് ഇസ്രേലുകാരുടെ നിർബന്ധം കൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് കോൺഫ്ലിക്റ്റ് വയലൻസ് ആണ് അടുത്തൊരു ഇമേജ് വരുന്നത്. അതിനകത്ത് ഞാൻ പറഞ്ഞു. അപ്പം ഗാസയിലുള്ള ആളുകളുടെ ലൈഫിനെ കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത്. ഗാസയിൽ നിന്നുള്ള ആളുകളുടെ, അവിടെ താമസിക്കുന്ന ആ ഒരു പ്ലേസിലെ ആളുകളുടെ ലൈഫിനെ കുറിച്ചാണ് ഈ ഒരു പോം സംസാരിക്കുന്നത്. അവർ റോക്കറ്റ്സ് ഉണ്ടാക്കുന്നത് ലെഡ് പൈപ്പ് കൊണ്ടും നെയിൽസും കൊണ്ടാണ്. പിന്നെ ഇപ്പം ഈ ഒരു ഇമേജറി എന്ന് പറയുന്നത്, അതായത് അവിടെ വെപ്പൺസ് ഉണ്ടാക്കാൻ വളരെയധികം ഭയങ്കരമായിട്ട് ഇങ്ങനെ റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു സ്ഥലത്ത്. അതായത് ആളുകളെ കൊല്ലാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത് വളരെയധികം എന്തൂസിയാസ്റ്റിക് ആയിട്ടാണ് ആളുകൾ അതെല്ലാം ചെയ്യുന്നത്. അതിനുവേണ്ടി മെറ്റീരിയൽസ് പെട്ടെന്ന് തന്നെയാണ് ഇവരെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ
ഫ്രേസ് അവിടെ വി സേ ആനിമൽസ് എന്ന് പറഞ്ഞ അവിടെ ഒരു ഫ്രേസ് യൂസ് ചെയ്തിട്ടുണ്ട് പോയതിനകത്ത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡീഹ്യൂമനൈസേഷനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരാൾ മരിക്കുമ്പോൾ മറ്റൊരാൾക്ക് അപ്പുറത്തിരുന്ന് കൂളായിട്ട് കോഫി എൻജോയ് ചെയ്യാനും സിഗരറ്റ് വലിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഹ്യൂമൻ ബീങ്സ് ഡീഹ്യൂമനൈസ്ഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു എംപതറ്റിക് ബിഹേവിയർ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. കൂടെയുള്ള ഒരുത്തൻ മരിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് ഞെട്ടും. അത് അവിടെ ഇല്ല എന്നാണ് പോയിട്ട് പറയുന്നത്. അത്രയും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ്സ് ആണ് അവിടെ ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പീപ്പിൾ ഹാവ് ബിക്കം ഇൻഡിഫറൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മോറൽ ആൻഡ് ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ്, അതാണ് ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത്. ഒരു ട്രബിളിംഗ് ക്വസ്റ്റ്യനിലോട്ടാണ് എൻഡ് ചെയ്യുന്നത്. ഈസ് എ ബോഡി വർത്ത് എ ബോഡി എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഒരു മോറൽ ഈക്വിവാലൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവിടെ വയലൻസ് തന്നെയാണോ വയലൻസിന് ഉത്തരമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ? അതാണ് ഇവിടെ അവർ പോയിട്ട് ചോദിക്കുന്നത്. ആ ഒരു സൈക്ലിക്കൽ നേച്ചർ ഓഫ് വയലൻസിനെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. ആ ഒരു ഡിലമയെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരാൾ മരിച്ചാൽ നമ്മൾ മറ്റൊരാൾക്ക് അതിന് പകരം മറ്റൊരാളെ കൊന്നാൽ മതിയോ എന്നുള്ളൊരു ഡിലമിക്കലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വഴിയാണ് ഇവരിത് പോയം എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻട്രോസ്പെക്റ്റീവായിട്ടും ഒരു എംപതറ്റിക് ആയിട്ടുള്ളൊരു വ്യൂവിലോട്ട് പോവുകയാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. ആൻഡ് ദെൻ സ്പിരിച്വാലിറ്റിയെ കുറിച്ചും അവസാനം ഇവരോട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു സഫറിങ്ങിനെ കുറിച്ചും ആളുകൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ പോയി അഭയം തേടുന്നതിനെ കുറിച്ചും അവരോട് സംസാരിക്കുന്നുണ്ട്. 99 നെയിംസ് ഓഫ് ഗോഡ് എന്നൊക്കെ ഇവരിവിടെ പറയുന്നുണ്ട്. അത് ഇസ്ലാമിക് ട്രഡീഷനെ കുറിച്ച് റിഫർ ചെയ്തേക്കുവാണ്. അതായത് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ദൈവങ്ങളുടെ അടുത്തോട്ട് ആളുകൾ പോകുന്നുണ്ടോ എന്നിങ്ങനെ പറയുകയാണ്. ആ സ്പിരിച്വാലിറ്റിയെ കുറിച്ചും ഇവിടെ ഒരു ചെറുതായിട്ടൊരു നോട്ട് കൊടുത്തിരിക്കുകയാണ്. 99 നെയിംസ് ഓഫ് ഗോഡ്. ഓക്കെ, പിന്നെ ടോൺ എന്ന് പറയുമ്പം നമുക്ക് ഒരു റിഫ്ലക്റ്റീവ് ടോണിലാണ് എഴുതിയിരിക്കുന്നത്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബിഫോർ മോർണിംഗ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഫസ്റ്റ് ലൈറ്റ് വരുന്നത്, അതായത് നേരം പുലർന്ന് വരുന്നതേ ഉള്ളൂ, പുലർച്ചെ എന്നുള്ളൊരു സമയത്താണ് ഇത് ഹാപ്പൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആ പുലർച്ച എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഫൈനൽ ലൈൻസിനകത്താണ് പുലർച്ചെ, അതായത് ബിഫോർ മോർണിംഗ് എന്നാണ് പറയുന്നത് ഫൈനൽ ലൈൻസിൽ. അപ്പം ആ ഒരു ബിഫോർ മോർണിംഗ് എന്ന് പറയുമ്പോൾ ലൈറ്റ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ഹോപ്പ് അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമിസത്തിലോട്ട് ആയിരിക്കാം ഇനി പോകേണ്ടത് ഫ്യൂച്ചർ എന്നുള്ളൊരു ടോണിലാണ് പോയം എൻഡ് ചെയ്യുന്നത്. ഒരു ഹോപ്പ് അല്ലെങ്കിൽ പോസിബിലിറ്റി ഓഫ് റീകൺസീലിയേഷൻ, ഈ ഒരു കോൺഫ്ലിക്റ്റ് തീരാറാകുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്യൂച്ചറാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് പോയം എൻഡ് ചെയ്യുന്നത്. ഓവറോൾ അനാലിസിസ് വരുമ്പോൾ ഒരുപാട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്റ്റാർക്ക് ആയിട്ടുള്ള ഇമേജറീസും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇസ്രയേലി പാലസ്തീൻ കോൺഫ്ലിക്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു സ്ഥലത്ത് ആളുകൾ മരിക്കുമ്പോൾ മറു സ്ഥലത്ത് ആളുകൾ കൂളായിട്ട് അവരുടെ ആ ഒരു കംഫർട്ട് ഏരിയയിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. വയലൻസിനെ കുറിച്ച്, ഹ്യൂമാനിറ്റിയെ കുറിച്ച് ഇവർ ഒരുപാട് മോറൽ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. സ്പിരിച്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെന്താണ് ട്രാജഡി ഓഫ് ദ സിറ്റുവേഷനെ, അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റിയെ കുറിച്ച്, വയലൻസിനെ കുറിച്ചുമാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് റീഡേഴ്സിൻ്റെ അടുത്ത് പറയുവാണ് കൺസിഡർ ദിസ് സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്. അവിടെ എമ്പതി വേണം എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ നമ്മൾ പോയിട്ട് പറയുന്നത്. ആ ഒരു കോൺഫ്ലിക്റ്റ്, വയലൻസും ഈസ് എ ബോഡി വർത്ത് അനദർ ബോഡി എന്നുള്ളതാണ് ഇവരിവിടെ ചോദിച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. ലാസ്റ്റ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു നോട്ടിലാണ് എൻഡ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സോ ആസ്ക് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു.